ഹലോ, സിനിഫയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IFFK കാലത്ത് കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ആട്ടം. ഒരുപാട് ക്യൂ ഒക്കെ നിന്നിരുന്നു. പക്ഷേ അന്ന് ക്യൂവിൽ നിന്നതല്ലാതെ ആ സിനിമ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. പിന്നീട് തിയേറ്ററിൽ ഈ സിനിമ എത്തി. പക്ഷേ അന്ന് എൻ്റെ വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ട് എനിക്ക് സിനിമ കാണാൻ സാധിച്ചില്ല. ഇന്നലെ ഈ സിനിമ കാണുകയുണ്ടായി. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സിനിമ ലഭ്യമാണ്. ആനന്ദ് ഏകർഷിയാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ. അതാണ് ആട്ടം. ഈ സിനിമയിൽ നമുക്ക് പരിചയമുള്ള അധികം ആളുകളൊന്നുമില്ല. എനിക്ക് വളരെ പരിചയമുള്ള 2 പേര് മാത്രമാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. കലാഭവൻ ഷാജോണും അതുപോലെ തന്നെ വിനയ് ഫോർട്ടും. ബാക്കിയുള്ള ആളുകളെല്ലാം അത്ര പരിചയമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഇവർ ഓരോരുത്തരും വളരെ അടുത്ത് പരിചയമുള്ള ആളുകളെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക സ്ക്രീനിൽ. അത്രമാത്രം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള, അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആട്ടം. ഇവരുടെ ഒന്നും അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. വളരെ സിമ്പിളാണ് ആട്ടത്തിൻ്റെ പ്ലോട്ട്. ഒരു നാടക കമ്പനി, അരങ്ങ് എന്നുള്ള നാടക കമ്പനി, ആ നാടക കമ്പനിയിലെ നാടക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിനിമയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ നാടകത്തിൻ്റെ ഒരു പാർട്ടിക്കിടയിൽ വെച്ച്, നാടകം കഴിഞ്ഞുള്ള ഒരു പാർട്ടിക്കിടയിൽ വെച്ച് ആ നാടക കമ്പനിയിലെ ഒരു പെൺകുട്ടിക്ക് നേരിടുന്ന ഒരു ദുരനുഭവവും, ആ ദുരനുഭവത്തെ ഓരോ വ്യക്തികളും, ആ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും എങ്ങനെ നോക്കിക്കാണുന്നു, ഓരോ വ്യക്തികളും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ ഒരു വിഷയത്തെ എങ്ങനെയെല്ലാം വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ സിനിമയാണ് എങ്കിൽ തന്നെയും രാഷ്ട്രീയ സിനിമയാണെന്ന് പറയാതെ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം. ആദ്യം മുതൽ അവസാനം വരെ നമുക്കിതൊരു സിനിമയാണെന്ന് തോന്നുകയില്ല. ഓരോ വ്യക്തിയുടെയും ക്യാരക്ടർ അവരത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിറക്ഷൻ ആണെങ്കിലും, അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും, അതുപോലെ തന്നെ ഡയലോഗ് ആണെങ്കിലും എല്ലാം പക്ക എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മോശം പറയില്ലാത്ത ഒരു സിനിമയാണ് ആട്ടം. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് നമ്മളുടേതായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു സിനിമ അനുഭവമാണ് ആട്ടം. ഭയങ്കരമായിട്ടുള്ള സിനിമ അനുഭവം ഞാൻ പറയില്ല, പക്ഷെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന, ഒരു പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ദുരനുഭവത്തെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നോക്കിക്കാണുക, അതിനുശേഷം ഉണ്ടാകുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരിക്കും, സ്വാഭാവികമായിട്ട് ആ അഭിപ്രായങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും, ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആരോടും പറയാതിരിക്കുന്നത്, പറയുമ്പോൾ അവൾക്ക് നേരിടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു.